3 പേരൊരു യാത്രയ്ക്ക് പോയി എന്താ ഉണ്ടാവുക? ആ യാത്രയുടെ വിശേഷങ്ങളാട്ടോ ഇന്ന്. രാവിലെ തന്നെ അനങ്ങമല കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഞങ്ങൾ 3 പേരും കൂടി. അവിടെ ചെന്നപ്പോഴാണ് ഇന്ന് VS മരിച്ചതിൻ്റെ ദുഃഖാചരണമായിട്ട് അവിടെ അവധി. അപ്പം മൂഞ്ചി പോയോ? അതാണ് 3 പേരൊരു വഴിക്ക് പോയാൽ മൂഞ്ചി പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടോ, പഴഞ്ചൊല്ലിൽ പതിരില്ല. പഴമക്കാർ പറഞ്ഞത് ഭയങ്കര കറക്റ്റായിരുന്നു. പിന്നൊന്നും നോക്കിയില്ല, അതിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടെ പോയി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാറ മുകളിൽ കയറി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ തിരിച്ചു. നേരെ വന്ന് ഫുഡ് കഴിക്കാൻ പോയി. 3 ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ, നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ എവിടെ പോകണമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടം ഇട്ട് നമ്മൾ കാണാതിരുന്ന മോശമല്ലേ. എൻ്റെ കാറ്, എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് ഡീസൽ, അവന്മാർക്ക് എന്താ നഷ്ടം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴും വഴി തെറ്റിയിട്ടോ. വഴിയൊക്കെ തെറ്റി, ഒരു കാലത്ത് കാറൊക്കെ നിർത്തി വഴി തെറ്റി കുറേ നടന്ന്, അയ്യോ ലാസ്റ്റ് വീണ്ടും കാറെടുത്ത് വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ വെള്ളച്ചാട്ടം. വീടിൻ്റെ അടുത്ത് ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് നമ്മളത് അറിയാൻ വൈകി പറയുമ്പോൾ നമുക്കെന്നെ നാണക്കേട് തോന്നിയിട്ടോ. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെ കേട്ടോ. പക്ഷെ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട്. ഇരുന്നവരൊക്കെ നന്നായി സൂക്ഷിച്ച് തന്നെ വെള്ളത്തിൽ ഇറങ്ങണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ മല കാണാൻ പോയാൽ ഞങ്ങളുടെ അടുത്ത് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള ഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും വന്നിട്ട് ഒരു ദിവസം കുളിക്കാനൊക്കെ വിചാരിച്ചു, വീടിൻ്റെ അടുത്ത് തന്നെ അല്ലേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടെടുത്തു. പിന്നെ ഈ വെള്ളച്ചാട്ടം കുറച്ച് ഉള്ളിലായ കാരണം അധികം ആൾക്കാരൊന്നും അറിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് നാട്ടിലുള്ളവർക്ക് മാത്രം തന്നെ അറിയുള്ളൂ. പിന്നെ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ, വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത്രയും അടുത്തൊരു വെള്ളച്ചാട്ടമായിട്ട് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകും. എന്തായാലും ഇനി വരുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ച് പോന്നു.